അയ്യോ, കൈമുറിഞ്ഞോ മോളെ? ഇതാ ഞാൻ ചെയ്യാം. ദാമോദരേട്ടൻ തരിയുമ്പോഴേക്കും ഞാൻ പാലിടാം. ശരി. അയ്യപ്പന്മാരോട് കള്ളത്തരം പറയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. ഞാൻ സത്യം പറഞ്ഞതിന്റെ പേരില് അയ്യപ്പന്റെ മനസ്സമാധാനം പോരുത്. അതും വളരെ പ്രധാനമാണ്. ഈ പാല് കുടിച്ചേ. ഞാൻ ഇന്നലെ അയ്യോ, ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ചേച്ചി വിളിക്കുന്നത്. എന്തായാലും ഇപ്പൊ എടുക്കണ്ട. ഉറപ്പായും ചേച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തുടർച്ചയായി വിളിക്കില്ല. നന്ദു, നീ എവിടെയാ? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു. നീ ഒന്ന് തിരിച്ചു വിളിച്ചേ. നീ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടി ചെന്ന് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് നന്ദു. മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ അവരുടെ വലയിൽ പോയി വീഴരുത്. നമ്മുടെ അച്ഛൻ നമ്മളെ വളർത്തിയിരിക്കുന്ന അങ്ങനെയാണ്. അച്ഛന് ചീത്തപ്പേനുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും നീ ചെയ്യരുത്. നന്ദു, നിതീഷുമായിട്ട് നിനക്ക് എന്തെങ്കിലും കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് നീ ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചോണം. അവന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ഉടുപ്പ് മാറുന്ന പോലെയാ. ഗിരിയേട്ടന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനാണ് നിതീഷ്. പണ്ട് ബിസിനസ് നോക്കാനായിട്ട് നിതീഷിനെ ഗിരിയേട്ടൻ സിംഗപ്പൂർ വിട്ടപ്പോ അവിടെ അവൻ ഇത് തന്നെയായിരുന്നു പരിപാടി. അതുകൊണ്ട് ആ വലയിൽ എന്റെ പൊന്നുമോള് വീണു പോരുത്. അവൻ അടിപൊളി ഒരു കള്ളനാ നന്ദു. എന്തിനു ബാഗൊക്കെ എടുക്കുന്നത്? നമ്മൾ നാളെ വൈകിട്ടല്ലേ പോകുന്നുള്ളൂ. ഓ, മനസ്സിലായി. ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ചതിന്റെ പിണക്കമാണോ? പിണങ്ങാതെ പൊന്നെ. തൊട്ടുപോർ തന്നെ. ഇപ്പൊ നീ പോയിക്കോ.
കുറച്ച് ദിവസം കഴിയുമ്പോൾ പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് നീ എൻ്റെ പുറകെ വരും. ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. ആ മോളെ, നീ വന്നോ? എന്താ നേരത്തെ? 3 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞല്ലേ പോയത്? എന്താ മോളെ, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല അച്ഛാ, എല്ലാം ഭംഗിയായി നടന്നു. 2 ദിവസത്തെ ഷൂട്ടിങ്ങിനും 1 ദിവസത്തെ ഡബിങ്ങിനും എന്ന് പറഞ്ഞല്ലേ നീ പോയത്? അതുകൊണ്ടാ അച്ഛൻ ചോദിച്ചത്. അത് പിന്നെ വിചാരിച്ചാലും നേരത്തെ അവർക്ക് വേഗം ഷോട്ട് തീർക്കാൻ പറ്റി. അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പാക്കപ്പായി. ഓ, പിന്നെ ഡബിങ് എന്തായാലും ഒന്നും നടക്കില്ല, കുറച്ചു ദിവസം കഴിയും. അപ്പോ ഞാനവിടെ തങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചാ മതിയെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അത് നന്നായി. അമ്മ ഇവിടെ ഇല്ല അച്ഛാ? ഇല്ല, മാർക്കറ്റിൽ പോയതാ, വരാറാവുന്നതേ ഉള്ളൂ. അല്ല മോളെ, നിന്നെ സുമി ഒത്തിരി വിളിച്ചായിരുന്നല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തെ? നീ വന്നോ വിളിച്ചോന്നൊക്കെ ചോദിച്ച് അവള് പലവട്ടം ഇന്നലെയും വിളിച്ചിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചോളാം അച്ഛാ. ആ, ഞാൻ വേഗം ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. 3 ദിവസം എന്ന് പറഞ്ഞിട്ട് നീ എന്ത് നേരത്തെ തിരിച്ചു വന്നത്? എനിക്കെന്തോ ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ. ഹലോ നന്ദു, നീ ഇതെവിടെയാ? ഞാൻ എത്ര ദിവസമായിട്ട് നിന്നെ വിളിക്കുന്നു. ചേച്ചി വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഷൂട്ടിലായിരുന്നു, അതാ പിന്നെ ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത്. ആയിക്കോട്ടെ, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നിനക്ക് എന്നെ തിരിച്ചൊന്ന് വിളിക്കായിരുന്നല്ലോ, അതെന്താ ചെയ്യായിരുന്നത്? ചേച്ചിക്ക് ഷൂട്ടിങ്ങിനെ പറ്റി എന്തറിയാം? ഷൂട്ടിംഗ് തീരുമ്പോ ഒരു നേരാവില്ലേ, പിന്നെ പാതിരാത്രി വന്നിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ നീ എവിടെയാ? ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ചേച്ചി. നീ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോയത്, അതോ നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ സാധാരണ ഷൂട്ടിങ്ങിന് പോകാറുള്ളത് ഒറ്റയ്ക്കാണെന്ന് ചേച്ചിക്ക് അറിയാലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു വളഞ്ഞ ചോദ്യം? നേരായ വഴിക്കല്ലാതെ നീ പലതും ചെയ്യുമ്പോഴത്തേക്കുവേ വളഞ്ഞ ചോദ്യങ്ങൾ എനിക്കും ചോദിക്കേണ്ടി വരും. ഞാൻ എന്താ ചോദിച്ചെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്ദു, നിന്റെ കൂടെ നിതീഷ് ഉണ്ടായിരുന്നോന്നാ എനിക്കറിയേണ്ടത്. എന്താ ഇത്ര നേരത്തെ വാശിയും വീറും ഒക്കെ എവിടെ പോയി? സുമിതേച്ചി എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനും കൊണ്ടുവരാനും നിധിയേട്ടനാരാ എന്റെ മാനേജറും. നിധിയേട്ടൻ? അയ്യോ, തേൻ ഒഴുകുവാണല്ലോ. നീ ആ നിതീഷിനെ എന്ന് മുതലാടി ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? നീ എന്താ വിചാരിച്ചത്? ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നോ? അവനുമായിട്ടുള്ള നിന്റെ ചുറ്റിക്കളി ഞങ്ങളാരും അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ വിളിക്കുന്നത്. നന്ദു, ഞാനൊരു കാര്യം പറയാം. ആ നിതീഷ് നീ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല. അവന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അറിഞ്ഞാ നീ ഞെട്ടും. അത്രയ്ക്ക് പ്രശ്നക്കാരനാ മോളെ അവൻ. ഇതൊക്കെ ചേച്ചി എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? നിന്റെ കൂടെ അവൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാവുന്നുണ്ട് നന്ദു. സമ്മതിച്ചു, നിതീഷേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ആക്ച്വലി നിതീഷേട്ടൻ വന്നത് എനിക്ക് കൂട്ടിനല്ല. ആ ഡയറക്ടർ നിതീഷേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു, അയാളെ കാണാൻ വേണ്ടി വന്നതാ.
അപ്പൊ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അത്രേ ഉള്ളൂ. മേലിൽ ആരെങ്കിലും പറയുന്ന പരദൂഷണം കേട്ട് എന്നെ വെറുതെ വിചാരണ ചെയ്യാൻ ഇറങ്ങരുത് ചേച്ചി. നന്ദു, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഏടത്തി സത്യം പറയണം. ഞാൻ നിതീഷേട്ടന്റെ കൂടെയാണ് ഷൂട്ടിങ്ങിന് പോയതെന്ന് ആകെ അറിയായിരുന്നത് നമുക്ക് 3 പേർക്ക് മാത്രമായിരുന്നു. നിതീഷേട്ടനും എനിക്കും പിന്നെ ഏട്ടത്തിക്കും. അത് സുമിതേച്ചി എങ്ങനെ അറിഞ്ഞത്? ഞാനോ നിതീഷേട്ടനോ അതെന്തായാലും പറയില്ല. പിന്നെ സുമിതേച്ചിയോട് അതാര് പറഞ്ഞോന്ന് എനിക്ക് അറിയണം. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഈ കൊടും ക്രൂരതയ്ക്ക് നീ നന്ദൂരം കൂടെ കൂട്ടിയല്ലേ? എന്നിട്ടിപ്പോ അതിന് പ്രത്യുപകാരമായിട്ട് അവൾ നടത്തുന്ന കൊള്ളരുതാമയ്ക്കൊക്കെ നീ കൂട്ടു നിൽക്ക അല്ലേ? ഞാനത്ര പൊട്ടിയാണെന്ന് വിചാരിക്കരുത്. സനുവേടത്തി പറയാതെ സുമിതേച്ചി അത് അറിയില്ല. അയ്യോ നന്ദു, നീ എന്നെ വെറുതെ സംശയിക്കണ്ട. ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നോണ. പിന്നെ എങ്ങനെ സുമിതേച്ചി അത്ര ഉറപ്പോടെ ആ കാര്യം പറഞ്ഞു? നോക്ക് നന്ദു, കാലം പഴയതല്ല. നമുക്ക് ചുറ്റും AI ക്യാമറകൾ വരെയുണ്ട്. നിതീഷേട്ടന്റെ കൂടെ നീ കറങ്ങാൻ പോയത് പർദ്ദ ഇട്ടിട്ടൊന്നുമല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരെയും ആരൊക്കെ കണ്ടു കാണും? അന്ന് നീയും നിതീഷേട്ടനും കൂടെ ആ ഹോട്ടലിൽ പോയപ്പോ ജോസഫ് അങ്കിൾ കണ്ടതുപോലെ പരിചയക്കാരെങ്കിലും കണ്ടതായിക്കൂടെ? പോരെങ്കി സുമിതേടത്തി അത്ര മണ്ടിയൊന്നുമല്ല. ഒന്നും ചേർത്ത് രണ്ടെന്ന് വായിക്കാനുള്ള കഴിവ് അവർക്കും ഉണ്ട്. അത് നീ ഓർക്കണം. നിതീഷേട്ടനുമായിട്ടുള്ള ഈ ഏർപ്പാട് അത്ര ശരിയാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പൊ നീ അത് കേട്ടില്ല. പകരം എന്നെ ഭീഷണിപ്പെടുത്തി നീ നിന്റെ കാര്യം നേടിയെടുത്തു. എന്നിട്ടിപ്പോ എന്തായി? മതി. എങ്ങോട്ടാ കത്തിക്കയറുന്നെന്ന് എനിക്ക് മനസ്സിലായി. നന്ദു, വെറുതെ എന്നെ നീ തെറ്റിദ്ധരിക്കണ്ട. ഞാനായിട്ടൊന്നും. നിങ്ങൾ ഒയ്യാരത്ത് കുടുംബക്കാർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെന്റെ സ്വന്തം കൂടപ്പറപ്പ് കൂടി കൂട്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോ ഒരു ചെറിയ വിഷമം. അതിൽ കൂടുതൽ ഫീലിങ്സ് ഒന്നും എനിക്ക് ഇക്കാര്യത്തിലില്ല. എന്നെയും നിതീഷേട്ടനെയും തമ്മിൽ അകറ്റാൻ ആര് ശ്രമിച്ചാലും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിധിയേട്ടന്റെ ഭാര്യയായി നിലവിളക്കും പിടിച്ച് വലതുകാലം വെച്ച് ഒയ്യാരത്ത് കുടുംബത്തിന്റെ പടി ചവിട്ടാൻ പോകുന്നത് ഈ നന്ദിത തന്നെയായിരിക്കും. അതെന്റെ വാശിയാ, നോക്കിക്കോ. നിതീഷേട്ടന്റെ വാക്ക് കേട്ടിട്ടാണെങ്കി നീ വെറുതെ മനക്കോട്ട കെട്ടണ്ട നന്ദു. കാര്യം കഴിഞ്ഞ അങ്ങേരെ പൊടിയും തട്ടിപ്പോവും. ഒരു തന്തയില്ലാത്ത കുഞ്ഞുമായി ആജീവനാന്തം സ്വയം ശപിച്ച് ജീവിക്കേണ്ടി വരുന്നത് നീ തന്നെയായിരിക്കും. ഇതങ്ങോട്ട് പിടിപ്പിക്കും. കൈ വന്ന ചാൻസ് മിസ്സായി പോയതിന്റെ വിഷമവും നിരാശയും ഒക്കെ അങ്ങോട്ട് പോട്ടെ. ചാൻസ് അങ്ങനെ പൂർണ്ണമായി മിസ്സായി എന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ ഒറ്റ രാത്രി അതൊന്നൊന്നര രാത്രിയായിരുന്നു. കൊച്ചു കള്ളൻ. എന്നിട്ടാണോ നിന്റെ ഇരിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കാര്യമൊന്നും നടന്നില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ അമ്പിയങ്ങളെ. ഒരു 2-3 ദിവസം അടിച്ചു പൊളിക്കാലോ എന്ന് മനസ്സിൽ കണക്കുകൂട്ടി പോയതാ. പക്ഷെ അത് ഒരു ദിവസത്തെ എൻജോയ്മെന്റിൽ ഒതുങ്ങിപ്പോയാ പിന്നെ മനുഷ്യന് നിരാശയില്ലാതിരിക്കൂ. എടാ, ഒരു രാത്രി വിശദമായി ബാക്കിയും കൂടെ പറ, കേക്കട്ടെ. ഇന്നലെ വൈകുന്നേരം ഷൂട്ടിംഗ് പാക്കപ്പ് ആയത് മുതൽ നന്ദിത നല്ല മൂഡിലായിരുന്നു. പിന്നെ നീ എന്ത് പറഞ്ഞാ കൊട വിട്ടുടച്ചത്? അതല്ലേ പറയുന്നത്. ഞാനൊന്നും ചെയ്തില്ലെങ്കിലേ.
പിന്നെന്തിനാണ് അവള് പെട്ടിയും കിടക്കെ എടുത്ത് വീട്ടിൽ പോയത്? അവക്ക് എന്തോ ഒരു മെസ്സേജ് വന്നു ആ സമയത്ത്. അതോടെ ആള് കയ്യിൽ നിന്ന് പോയി. നീ ഒന്ന് നന്നായി സ്നേഹിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നേനെ. ഞാൻ പരമാവധി സ്നേഹിച്ചു നോക്കി, ഏറ്റില്ല. ചേച്ചിയുടെ എന്തോ മെസ്സേജ് വന്നെന്നോ ചേച്ചിക്ക് എന്തോ ഡൗട്ട് അടിച്ചെന്നോ ഒക്കെ പറഞ്ഞൊരൊറ്റ പോക്ക്. നേരാണോടാ? സുമിതയ്ക്ക് വല്ല സംശയം തോന്നി കാണുമോ? ഏയ്, അങ്ങനെ വരാൻ ആരാ? ആരാ? എന്താടാ ആരാ? ഇവനെവിടെ പോവാ? നിക്കടാ. എന്താടാ, എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞതൊക്കെ ആരോ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആര് കേക്കാനാ? നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, അവിടെ ആ വാതിൽക്കല് ഒരു നിഴല് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. താഴെ നിന്റെ അമ്മയും അച്ഛമ്മയും ഗിരിയും സുമിതയും മാത്രമേ ഉള്ളൂ. അച്ഛമ്മ എന്തായാലും ഈ പടി കയറി ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നില്ല. അച്ഛമ്മയല്ല, പിന്നെ പക്ഷെ വേറെ ആരോ സംസാരിക്കുന്നത് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവില്ലോടാ. അമ്മേ, പറയാൻ മറന്നു. സനു അടുത്ത ആഴ്ച പോവാ. എങ്ങോട്ട്? മിലാനിലേക്ക്. ആഹാ, ടിക്കറ്റ് മിസ്സാക്കി വന്നോ? വന്നു, അവര് മെയിൽ അയച്ചിട്ടുണ്ട്. ആ ശ്രീ, നാളെ ശ്രീ വരുമ്പോ ഒരു പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വരാൻ മറക്കല്ലേട്ടോ. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണോ മോളെ? അല്ലച്ചാ, ഇവിടുന്ന് നേരെ മുംബൈ. പിന്നെ അവിടെ ഒന്നൊരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡേ മിലാൻ. മുംബൈയിൽ ഇപ്പോ ഷോപ്പിങ്ങിനൊക്കെ സമയം കിട്ടുമായിരിക്കും അല്ലേ സനുമോളെ? എന്തിനാ അമ്മേ മുംബൈയിൽ ഷോപ്പിംഗ് ചെയ്യുന്നേ? ഇവളങ്ങ് മിലാനിലേക്കല്ലേ പോകുന്നേ? അമ്മയ്ക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ അമ്മ ഒരു ലിസ്റ്റ് കൊടുത്താൽ മതി. അവള് വരുമ്പോ മിലാനിന്ന് കൊണ്ടുവരുന്നേ. എത്ര ദിവസത്തെ പ്രോഗ്രാം അവിടെ? റിഹേഴ്സലും പ്രിപ്പറേഷൻസും കൂടി ഏകദേശം 1 വീക്ക് എടുക്കും. ഷോയും കഴിഞ്ഞ് എല്ലാം കൂടി ഒരു 10 ദിവസത്തിനകത്ത് തിരിച്ചു വരും. ഇവിടുന്ന് വേറെ ഒരുപാട് പേരുണ്ടോ മോളെ? ഇന്ത്യയിൽ നിന്നെല്ലാം കൂടി 3 പേരാച്ചാ ഉള്ളത്. അതിൽ സൗത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രം. എന്തു വലിയ അവസരോ നമ്മുടെ സാനിയെ തേടി വന്നിരിക്കുന്നത് അല്ലേ ചന്ദ്രേട്ടാ? അതെ അതെ, ഒക്കെ നന്നായി വരട്ടെ. കഴിക്കടി. നീ ഇത്ര പെട്ടെന്ന് മതിയാക്കിയോ? ആ, എടുത്ത ഭക്ഷണം മുഴുവൻ ആ പ്ലേറ്റ് ഇരിക്കുകയാണല്ലോ. എന്തൊരു അഹങ്കാരം ഈ പെണ്ണ് കാണിക്കുന്നത്. തിന്നിട്ട് പോയാ മതി, പോ. എന്തൊരു കഷ്ട ഇത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ജയിലിൽ പോലും ഉണ്ടാവല്ലോ ഇതിനേക്കാളും സ്വാതന്ത്ര്യം. വേണ്ടെങ്കിൽ നിനക്ക് ആവശ്യത്തിന് എടുത്താ പോരായിരുന്നോ? എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നേ? ആ പോട്ടെ, ഒരു ദിവസം അവൾക്ക് വേണ്ടാന്ന് തോന്നിയെങ്കിൽ വേണ്ട. എന്തിനാ നിർബന്ധിക്കുന്നേ? നന്ദ ഒരാൾ വിചാരിച്ച എന്റെ ജീവിതം ഇപ്പോഴും നശിപ്പിക്കാൻ പറ്റും. ശ്രീയോ വീട്ടുകാരോ അറിയാതെ അബോഷൻ നടത്താൻ അന്നവളെ ഞാൻ കൂട്ടുപിടിച്ചത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. എങ്ങനെയും നന്ദവനെ ഒന്ന് സോപ്പിട്ട് സന്തോഷിപ്പിച്ച് നിർത്തിയേ പറ്റൂ. അതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഏയ്, ഞാൻ യാത്രയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. കഴിക്ക. അച്ഛമ്മ കഴിച്ചായിരുന്നില്ലേ ദാമോദരേട്ടാ? മുറിയിലേക്ക് വരുത്തി കഴിച്ചു ഞാൻ. നമുക്ക് പിന്നെ കഴിച്ചാലോ അമ്പയങ്ങളെ? അതെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ആരാ കേട്ടെന്ന് അറിയാത്തത് കൊണ്ടൊരു ടെൻഷൻ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വാ, നിങ്ങൾ ഊണ് കഴിക്കുന്നില്ലേ? മതി. ഇരിക്കും. പാടാ.